പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നസീമ കോതമംഗലം എഴുതി അവതരിപ്പിക്കുന്ന കഥ, ലളിതഗാനം ഇവ കേൾക്കാം. ആദ്യം നസീമ കോതമംഗലം എഴുതി അവതരിപ്പിക്കുന്ന കഥ ഉൾത്തുടിപ്പുകൾ. സുന്ദരമായ അപരാഹ്നം. സൂര്യൻ തന്റെ കാഠിന്യം കുറഞ്ഞ് മരച്ചില്ലകൾക്കിടയിലൂടെ പൊഴിയുന്ന കിരണങ്ങൾ ഭൂമിയെ സ്വർണ്ണപ്പാടം പോലെ വിരിയിച്ചിരുന്നു. കാറ്റിൽ അലിഞ്ഞു വന്ന പൂക്കളുടെ സുഗന്ധം ജാസ്മിന്റെ മനസ്സിനെ സ്നേഹത്തോടെ തൊട്ടുണർത്തി. ഗ്രാമവഴികളിൽ ചിരിയും സന്തോഷവും ഒഴുകി നിന്നപ്പോൾ ലോകം മുഴുവനും ഒരു കവിതയായി മാറിയിരുന്നു. പച്ചപ്പും നിറവും മണവുമുള്ള ഗ്രാമത്തിലെ ഗ്രന്ഥശാല ഓർമ്മകളിൽ നിറഞ്ഞിരുന്നു. പുസ്തകങ്ങളുടെ മണവും പഴയ താളുകളുടെ സംഗീതവും ചേർന്ന് മനസ്സുകളെ മൃദുവായി തട്ടിയുണർത്തി. അനുസ്മരണ വേദിയിൽ വാക്കുകളിൽ വിരിഞ്ഞ പൂമുഖം കഴിഞ്ഞുപോയ കാലങ്ങളെ വീണ്ടും ജീവിപ്പിച്ചു. ജൂലൈ 5 വിശ്വവിഖ്യാത സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ചടങ്ങ് നടക്കുകയായിരുന്നു. ജീവിതമാണ് സാഹിത്യം എന്ന് വിശ്വസിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ പുസ്തകത്താളുകളിൽ മാത്രമല്ല, അവിടെ കൂടിയിരുന്ന ഓരോ മനസ്സിലും മുഴങ്ങിക്കൊണ്ടിരുന്നു. അക്ഷരപ്രേമികളുടെ അധരങ്ങളിൽ നിന്നും ബേപ്പൂർ സുൽത്താന്റെ ജീവിതവും എഴുത്തിലെ സത്യവും ഹാസ്യ ആവിഷ്കാരങ്ങളും ചേർന്ന് വാക്കുകളുടെ ഒഴുക്കായി വേദിയിൽ മുഴങ്ങിയപ്പോൾ ജാസ്മിന്റെ ഉള്ളിൽ ഒരു തരംഗം ഉയർന്നു. കഥ എഴുതണമെന്ന ആഗ്രഹം അവളുടെ മനസ്സിന്റെ വാതിലുകളിൽ മൃദുവായി മുട്ടി. സാഹിത്യത്തിന്റെ ശക്തി എത്രത്തോളം മനസ്സിനെ ഉയർത്തുന്നുവെന്ന് ജാസ്മിൻ തിരിച്ചറിയുകയായിരുന്നു. മനസ്സ് പറന്ന് പറന്ന് മാങ്കോസ്റ്റിൻ മരത്തണലിൽ ചാരുകസേരയിൽ മുന്നോട്ട് കുനിഞ്ഞിരുന്ന് സാഹിത്യം എഴുതുന്ന സുൽത്താന്റെ സ്മരണയുടെ മുന്നിലെത്തി. സ്വന്തം ആഗ്രഹം അവൾ മൃദുവായി പറഞ്ഞതുപോലെ ആളിന്റെ പുഞ്ചിരി നിറഞ്ഞ മുഖം. നിന്റെ ആഗ്രഹം തീർച്ചയായും സഫലമാകും. ആ സ്മരണകൾ അവളുടെ ഹൃദയത്തിൽ സാഹിത്യത്തിന്റെ വിത്തായി വീണു. അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതുപോലെ തോന്നി, ജീവിതത്തിന്റെ ഭൂരിഭാഗവും നീ ത്യാഗസന്നദ്ധമായി ജീവിച്ചത് സാധാരണ ജീവിതമല്ല. ആതുരാലയത്തിന്റെ മതിലുകൾക്കുള്ളിൽ നിന്നുള്ള നിന്റെ സേവനത്തിന്റെ പാതകൾക്ക് ഒരിക്കലും അവസാനമില്ല. അവിടെ നിന്ന് തന്നെ പുതിയ കഥ തുടങ്ങണം. സർക്കാർ ആശുപത്രി എന്ന മഹാപ്രപഞ്ചത്തിൽ കഥകൾക്ക് അവസാനമുണ്ടോ? ആ ചിന്തയിൽ അവളുടെ മനസ്സ് സന്തോഷത്തിന്റെ മലർവാടിയായി. സാഹിത്യം മനുഷ്യഹൃദയത്തിൽ കരുണയുടെ വിത്തായി മുളച്ച് സ്വപ്നമായി വിരിഞ്ഞ് ചിന്തകൾക്ക് ചിറകുകളും ജീവിതത്തിന് ദിശയും നൽകുന്നു. ഉൾക്കാഴ്ചകളിലേക്കും പുതിയ മാനവികതയിലേക്കും നയിക്കുന്നു. മർത്യജീവിതത്തിന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ദിവ്യശക്തിയാണ് എഴുത്തുലോകം. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യ മനസ്സിനെ ഗ്രന്ഥലോകം ഉണർത്തി സ്വപ്നത്തിൻ്റെയും ചിന്തയുടെയും ആഴത്തിലേക്ക് നയിച്ച് പുതുമയുടെ പ്രഭാതത്തിൽ ഉണർത്തുന്നു. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾ പോലെ അവളുടെ മനസ്സ് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു. വർഷങ്ങളോളം സേവനാലയത്തിൽ തൻ്റെ ദിനരാത്രങ്ങളും സന്തോഷങ്ങളും സമർപ്പിച്ചിരുന്നു. രോഗികളിൽ കണ്ണുനീരിൽ പ്രതീക്ഷ തെളിയിക്കാൻ, വേദനയിൽ ആശ്വാസം പകരാൻ ജീവിതകാലം കഥ പോലെ ചിലവഴിച്ചു. അവളുടെ ഹൃദയത്തിൽ നന്മയുടെ, നേരിൻ്റെ, സത്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ നിർമ്മലമായ കുളിർമഴ പരിമളഗന്ധമായി പെയ്തിറങ്ങി. അവളുടെ ഹൃദയാന്തരത്തിൽ നിന്നും പൊഴിഞ്ഞത് മനുഷ്യസ്നേഹത്തിൻ്റെ സുഗന്ധമായിരുന്നു. ജാസ്മിന് അന്ന് ജനറൽ വാർഡിൽ നൈറ്റ് ഡ്യൂട്ടിയായിരുന്നു. സമയം 10:30 അടുത്തിരുന്നു. 2 വാർഡുകൾക്ക് മധ്യത്തിലായി നേഴ്സുമാരുടെ സേവനമുറി. നേഴ്സിംഗ് സഹായി ലിസിയും ശുചീകരണ ജോലിക്കാരി പുഷ്പയും കൂടെയുണ്ട്. ആശുപത്രിയിലെങ്ങും നിശബ്ദത. വിശാലമായ 2 വാർഡുകൾ. ഒരു ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും. അവരുടെ ശ്വാസത്തിണയിൽ പ്രതീക്ഷയുടെ ചെറുഗാനം ഒഴുകി. അമ്മമാരുടെ കരുതലിൽ പുതുതായി ജനിച്ച ജീവന്റെ മൃദുസ്വരം മുഴങ്ങിക്കൊണ്ടിരുന്നു. പുരുഷന്മാരുടെ വാർഡ് മറുഭാഗത്ത്. ജീവിതത്തിന്റെ പോരാട്ടം രേഖപ്പെടുത്തിയ മുഖങ്ങൾ. കഷ്ടപ്പാടിന്റെയും ധൈര്യത്തിന്റെയും കഥകൾ പോലെ. വാർഡിന്റെ തണുത്ത ഭിത്തികൾക്കുള്ളിൽ ഓരോ ഹൃദയവും ഒരിക്കലും എഴുതി പൂർത്തിയാകാത്ത കഥകളാണ്. അവൾ ആ കഥകളുടെ ഇടയിൽ സ്വന്തം ജീവിതത്തെ ഒരു സാഹിത്യമായി വായിച്ചു നോക്കി. തൻ്റെ വീട്ടിൽ 75ഉം 70ഉം വയസ്സായ അച്ഛനും അമ്മയും, 9ലും 4ലും പഠിക്കുന്ന മകനും മകളും, പ്രവാസിയായ ഭർത്താവ്, ആളിൻ്റെ അയഞ്ഞ പുഞ്ചിരിയും അപൂർവമായ സംഭാഷണവും മനസ്സിൽ പ്രതിഫലിക്കുന്നു. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം, കുട്ടികളുടെ സുരക്ഷിതത്വം, ഇവയെല്ലാം അവൾ തൻ്റെ നെഞ്ചിൽ ചേർത്ത് ദൈവത്തിൽ സമർപ്പിച്ചിരുന്നു. ജീവിതം ആശുപത്രി അകത്തളങ്ങളിലെ ചലനങ്ങൾ പോലെയല്ലേ.
വേദനയുടെ കിടക്കകളിൽ കണ്ണീർ ചൊരിയുമ്പോഴും പ്രതീക്ഷയുടെ വിളക്കുകൾ കത്തിക്കൊണ്ടേയിരിക്കും. കണ്ണീരിൻ്റെയും പുഞ്ചിരിയുടെയും സംഗമത്തിൽ ജീവിത സംഗീതം ഒഴുകിക്കൊണ്ടേയിരിക്കും. ചിരി മരുന്നാകുന്നു, സ്നേഹം പരിചരണമായി മാറുന്നു. സ്വപ്നങ്ങൾ തന്നെയാണ് ജീവൻ. അവസാനം എല്ലാം പിന്നിലാക്കി ആത്മാവ് ശാന്തിയുടെ നിശബ്ദതയിലേക്ക് ലയിക്കുന്നു. അവളുടെ മനസ്സ് ശാന്തമായി. സേവനത്തിൻ്റെ വഴികൾ തന്നെ താൻ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നവൾ തിരിച്ചറിഞ്ഞു. മുന്നിൽ കാണുന്ന മൈതാനവും റോഡും കാന്തി പ്രസരത്തിൽ പ്രശോഭിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് രോഗികളെയും കൊണ്ട് ഓട്ടോറിക്ഷകൾ എത്തുന്നുണ്ട്. അവരെ ഇറക്കാൻ സഹായിക്കുന്ന വീൽ ചെയറുകൾ, പതിഞ്ഞ സംസാരങ്ങൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടും അത്യാവശ്യ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും അതിനിടയിലൂടെ നടക്കുന്ന സെക്യൂരിറ്റി, അവിടെ വന്നിറങ്ങുന്ന മനുഷ്യരിലെ നിസ്സംഗതകൾ, സങ്കടങ്ങൾ, വേദനകൾ ആത്മാവിൽ മിന്നിമറഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലൂടെ നേഴ്സിംഗ് സഹായി ലിസിയെയും കൂട്ടി പതിയെ നടന്നു. ഒരു ചെറിയ കാലടി ശബ്ദം പോലും പല വ്യാധികളാലും വ്യതകളാലും ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ സാധ്യതയുണ്ട്. 2 കുട്ടികൾക്ക് അവരുടെ ബെഡിനരികിലെ ട്രിപ്പ് സ്റ്റാൻഡിലെ കുപ്പികളിൽ നിന്നും മരുന്ന് തുള്ളികളായി സിരകളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കേണ്ടതുണ്ട്. അവരുടെ അമ്മമാർ അരികിൽ കട്ടിലിലേക്ക് തലയും താഴ്ത്തിവെച്ച് പ്രാർത്ഥനയോടെ കുഞ്ഞുങ്ങളെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് നേരിയ മയക്കത്തിലാണ്. പാവം അമ്മമാർ എത്ര കഷ്ടപ്പെടുന്നു മക്കൾക്കായിട്ട്. ഉറക്കത്തിൻ്റെയും ജാഗ്രതയുടെയും അതിരിൽ ഒരമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ഒന്നിനുമാകില്ല. ഒരു വിചാരം, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോൾ അവരുടെ അമ്മമാരുടെ ഉറക്കമില്ലാത്ത രാത്രികളും കണ്ണുനീരും സ്നേഹവും ഓർക്കുമോ? അമ്മമാരുടെ മഹത്വം കാലത്തിൻ്റെ താളുകൾക്ക് പോലും എഴുതി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു അനന്തഗ്രന്ഥം ഒരു നിമിഷം നോക്കി നിന്നു. ദൈവം അവിടെ കാവൽ നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. സർവ്വവിധ സുഖവും സമാധാനവും ഈ അമ്മമാർക്കുണ്ടാകട്ടെ, മക്കൾക്കും. പുരുഷന്മാരുടെ വാർഡ് 30ഓളം ജീവിതങ്ങൾ, വിധകളുടെയും കഷ്ടപ്പാടുകളുടെയും ഭാരം ചുമന്ന് തളർന്ന ശരീരങ്ങൾ മൗനത്തിൻ്റെ ഇരുണ്ട വെളിച്ചത്തിൽ വിശ്രമിച്ച് കിടക്കുന്നു. എല്ലാവരും തന്നെ ഉറക്കത്തിലാണ്. 2 പേർ മാത്രം കണ്ണുകളിൽ വേദനയും ആശങ്കയും ചാലിച്ച് ഉറങ്ങാതിരിക്കുന്നു. അവരുടെ അരികിൽ കുറച്ച് നിമിഷങ്ങൾ സ്നേഹത്തോടെ, അവരുടെ ചിരിയിൽ നന്ദിയും ആശ്വാസവും തെളിഞ്ഞിരുന്നു. വാക്കുകൾക്കും സ്നേഹത്തിനും ഒരുപാട് ഔഷധശക്തിയുണ്ട്. നടന്നു നടന്ന് 9-ാം നമ്പർ ബെഡിൻ്റെ അരികിലെത്തി. പച്ച നിറത്തിലുള്ള താൽക്കാലിക കർട്ടൻ ബെഡുകളെ വേർതിരിച്ചിരുന്നു. 9 ദിവസം മുൻപ് അഡ്മിറ്റായ രോഗിയാണ്. വർഷങ്ങളായി ആസ്മ രോഗത്തോട് പൊരുതി ഇപ്പോൾ അവസാന പോരാട്ടത്തിലാണ്. ചെറുപ്പത്തിലേ തുടങ്ങിയ പുകവലിശീലം നിത്യരോഗം സമ്മാനിച്ചു. വർക്കി 78 വയസ്സ്, ഭാര്യയും 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും ചുറ്റും നിൽപ്പുണ്ട്. വർക്കിച്ചേട്ടൻ്റെ വിവരണമായ മുഖം, ഒരു തുള്ളി ശ്വാസത്തിനായുള്ള ശ്രമം അതിഭയങ്കരവും ദയനീയവുമായിരുന്നു. ജീവിതത്തിൻ്റെ അസ്തമയത്തിൽ അവസാന ശ്വാസത്തിനു വേണ്ടി പോരാടിക്കൊണ്ട് ചുമലുകൾ ചെവികളിലേക്ക് ഉയർന്ന് വിറച്ച് ഊന്നി വിളിച്ചെടുക്കുന്ന ഓരോ ശ്വാസവും അസ്തമയ സൂര്യനെ പിടിച്ചു നിർത്താനുള്ള തിരമാലയുടെ അവസാന ശ്രമം പോലെയായിരുന്നു. ഒട്ടിക്കിടന്ന വയർ ഉള്ളിലേക്ക് വലിയുകയും നെഞ്ചുയരുകയും താഴുകയും ചെയ്യുന്നു. ഇതൊന്ന് നിലച്ചാൽ ശാന്തമായേനെ ചുറ്റുപാടുകൾ എന്ന ചിന്ത പോലെ വാർഡ് മുഴുവനും മൂകമായി ഇരുട്ടു പടർന്നു നിന്നു. ഒരു പല്ലിക്കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഭിത്തിയുടെ അരികിൽ എത്തിനോക്കി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ സമയത്ത് എല്ലാവിധ വ്യക്തിഗത മുദ്രകളും ജീവിത ആർഭാടങ്ങളും മാഞ്ഞുപോയ വെറും മനുഷ്യനായിരുന്നു. ജാസ്മിൻ റിപ്പോർട്ട് ബുക്കെടുത്ത് പുതിയ പേജിൽ എഴുതി അടിയിൽ വരയിട്ടു. അത്യാവശ്യമായി ചെയ്ത കാര്യങ്ങൾ, പുതിയ അഡ്മിഷൻ വിവരങ്ങൾ എല്ലാം എഴുതി ചേർത്തു. പിന്നെ വർക്കി പുത്തൻപുരയ്ക്കിൽ 78 എന്നെഴുതി. ഇന്ന് അതിൽ കുറച്ചധികം എഴുതാനുണ്ട്. എഴുതി തീരുന്നത് എപ്പോൾ എന്ന് നിശ്ചയിക്കാനാവില്ല. ഒരു മനുഷ്യൻ്റെ അവസാന അധ്യായം എഴുതിത്തീരാൻ ദൈവം തന്നെ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്ന മഹത്തായ നിമിഷം വരണം. ജീവിത പുസ്തകത്തിലെ അവസാന വരി എപ്പോൾ അടയ്ക്കപ്പെടുമെന്ന് നിശ്ചയിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. വർക്കിച്ചേട്ടൻ്റെ ഭാര്യ മേരി ചേച്ചി നടന്നു വരുന്നു. നിസ്സംഗതയാണ് മുഖം നിറയെ, അലസതയും. 70 വയസ്സ് തോന്നും. ആരോഗ്യത്തിന് വലിയ കുഴപ്പം തോന്നിയില്ല. അവർ 2 ഓറഞ്ചുകൾ മേശപ്പുറത്ത് വെച്ച് യാതൊരു സങ്കോചവും കൂടാതെ മുഴിഞ്ഞു. സിസ്റ്റർ ഉറങ്ങാതിരിക്കുകയല്ലേ? ഇത് കഴിച്ചിട്ട് ചേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഞാൻ അല്പനേരം ഉറങ്ങട്ടെ. വല്ലാത്ത ക്ഷീണം. ജാസ്മിൻ സ്തംഭിച്ചു പോയി. ക്ഷീണമുണ്ട്, ശരിയായിരിക്കാം. ദിനരാത്രങ്ങളുടെ കഷ്ടപ്പാടുകൾ അവരെ ക്ഷീണിപ്പിച്ചിരിക്കാം. എങ്കിലും അന്ത്യശ്വാസം വലിക്കുന്ന ഭർത്താവ്
പ്രിയപ്പെട്ടവൻ്റെ ജീവൻ അസ്തമിക്കാൻ ഒരുങ്ങുന്ന നിമിഷം ഭാര്യയുടെ നിസ്സംഗതയും അലസതയും അവരോടൊപ്പം ജീവിച്ച എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കാളിയായ ഒരു കാലഘട്ടമാണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കട്ടിലിൽ ഉഴറിക്കിടക്കുന്നത്. വീണ്ടും അവരെ നോക്കി. മരുമക്കൾ വീട്ടിലേക്ക് പോയി. ആൺമക്കൾ വരാന്തയിൽ വിശ്രമിക്കുകയാണ്. അമ്മയെ ശ്രദ്ധിച്ചു. തീരെ അവശതയൊന്നുമില്ല. എന്നാലും ആൺമക്കൾക്കും വയ്യാതായോ? ബന്ധുക്കൾ ആരുമില്ലേ? ചേച്ചി പൊയ്ക്കോളൂ, ഞാൻ അപ്പച്ചനെ ശ്രദ്ധിച്ചു കൊള്ളാം. 2 ഓറഞ്ചുകൾ മേശപ്പുറത്തിരുന്ന് അവരെ നോക്കി, ലോകത്തെ നോക്കി. എല്ലാവരിലും ഒരു ദിവസം അവസാന ഘട്ടം വരും. ആരംഭമുണ്ടെങ്കിൽ അവസാനവുമുണ്ട്. അത് എങ്ങനെ വന്ന് ഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ല. മനുഷ്യർ വെറും കാലത്തിൻ്റെ കളിപ്പാവകളായി പരീക്ഷണത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ വർക്കിച്ചേട്ടൻ്റെ അടുത്ത് പോയി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പൾസ് കൂടുകയും ചിലപ്പോൾ തീരെ ഇല്ലാതാകുകയും ബ്ലഡ് പ്രഷർ താഴ്ന്നു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഡോക്ടർ സാം ജോർജ് വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സമയം 2 മണിയോടടുക്കുന്നു. ജാസ്മിൻ ആളിനെ ശ്രദ്ധിച്ചു. കൂടിപ്പോയ വദനത്തിൽ ചുണ്ടുകൾ വരണ്ടിരിക്കുന്നു. നനഞ്ഞ പഞ്ഞുകൊണ്ട് നനച്ചു കൊടുത്തു. അയാൾ കുളിർമയിൽ എന്നോണം ചുണ്ടുകൾ അനക്കി. തലനിറയെ വെള്ളുകയറിയ നനഞ്ഞ മുടിയിഴകൾ തടവി ഒതുക്കി വെച്ചു. കണ്ണുകൾ അവളുടെ നേരെ തുറന്നു. നീ എൻ്റെ കൊച്ചുമകളോ? കണ്ണുനീർ പറ്റിയ മിഴികളിൽ നനവ് പടർന്നു. വ്യസനിക്കരുത് കുട്ടി. അവൾ സ്വയം സ്വാന്തനത്തിൽ അലിഞ്ഞു. അവളുടെ അന്തർദർശനത്തിൽ അസാധാരണ വ്യക്തിത്വവും ചൈതന്യവുമുള്ള ഒരു രൂപം തെളിഞ്ഞു വന്നു. അപ്പച്ചൻ ശ്വാസമെടുക്കാനായി വളരെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അല്ലാഹുവേ, ഈ ദുരിതത്തിൻ്റെ അവസാനം നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഒന്ന് വേഗം തീർന്നെങ്കിൽ, ഒന്ന് ശാന്തത പുൽകണേ എന്നാരും വിചാരിച്ചു പോകും. ആ നിമിഷത്തിൽ ജാസ്മിൻ ചിന്തിച്ചു പോയി, ദൈവം ഈ മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം എന്താണ്? രഹസ്യം എന്താണ്? ദൈവം നിശബ്ദനായിരിക്കുന്നത് എന്തുകൊണ്ട്? മരണനിമിഷം മനുഷ്യജീവിതത്തിൻ്റെ അന്തിമ വാതായനമാണ്. അത് തുറക്കുന്ന വഴി ആരും മുൻകൂട്ടി അറിയുകയില്ല. സമയം 4 ആകുന്നു. ജാസ്മിന് മനസ്സിലായി, വർക്കിച്ചേട്ടൻ്റെ ആത്മാവ് വിട്ടുപോവുകയാണ്. കൂടെയുണ്ടായിരുന്ന സഹായി ലിസിയോടെ പറഞ്ഞു, ഭാര്യയെയും മക്കളെയും ഉടനെ വിളിക്കൂ. അവർ ഉറക്കത്തിലായിരുന്നല്ലോ. ഉള്ള ശക്തിയെല്ലാം സംഭരിച്ച് ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ശാന്തനായി നേരിയ ശ്വാസമായി ചുരുങ്ങി നിന്നു. ആ സമയത്ത് പുറത്ത് ചറപറ മഴ പെയ്യുന്നുണ്ട്. അവൾ മനസ്സിൽ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരുന്നു. പതിയെ ആ ശ്വാസം നിലച്ചു. ശരീരം നിശ്ചലമായി. ജീവിതഗാനത്തിൻ്റെ അവസാന പദ്യം പാടിക്കഴിഞ്ഞു. ജാസ്മിൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനച്ച കരങ്ങൾ കൊണ്ട് തഴുകി അടച്ചു. എന്തൊരു ശാന്തതയാണ് വദനത്തിൽ. അപൂർവ പ്രഭ. വർഷങ്ങളോളം പൊരുതി നേടിയ സമാധാനം പോലെ കണ്ണുകളുടെ കോണിൽ മാഞ്ഞൊഴുകി നിന്നു ഒരു മൃദുസ്മിതം. ജാസ്മിൻ കർമ്മനിരതയായി. എല്ലാവരും ഉണർന്നു കഴിഞ്ഞിരുന്നു. നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ആൺമക്കൾ, കരച്ചിലിൽ വിവശയായി നിൽക്കുന്ന മേരിച്ചേച്ചി. 2 വാർഡുകളിലുമായി 67 രോഗികളുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിപ്പോർട്ട് ബുക്ക് വീണ്ടും എടുത്തു. ഡോക്ടർ സാം എത്തി. മരണം സ്ഥിരീകരിച്ച് കുറിപ്പുകൾ എഴുതി. വർക്കിച്ചേട്ടൻ്റെ റിപ്പോർട്ടിൻ്റെ ബാക്കി ഭാഗം എഴുതാൻ ആരംഭിച്ചു. സൈഡിലായി ചുവപ്പ് മഷിയിൽ വലിപ്പത്തിൽ ഇൻഡു അടയാളം ചാർത്തി. മരണപ്പെട്ടവരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അടയാളം. ഓരോ ജീവിതങ്ങളും ഓരോ അടയാളപ്പെടുത്തലുകളാണല്ലോ. മരണം ഓരോ ജീവിതത്തെയും മായിച്ചു കളയുന്നു. ചിലത് ദിവസങ്ങൾക്കകം മായുന്നു, ചിലത് നിലനിൽക്കുന്നു ഓർമ്മകളിൽ. സാഹിത്യകാരന്മാരായി, മഹാകവികളായി, രാഷ്ട്രത്തലവന്മാരായി. അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെയും എഴുതിക്കഴിഞ്ഞു. മൊത്തമായും അടയാളപ്പെടുത്തിക്കഴിഞ്ഞു. തൻ്റെ അസ്വസ്ഥമായ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് കണ്ണോടിച്ചു. ആംബുലൻസിൻ്റെ ഡീസൽ കുതിര ഗേറ്റ് കടന്ന് അതിവേഗത്തിൽ പരിസരങ്ങളെ പുറകോട്ട് തള്ളിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. വർക്കിച്ചേട്ടനും ഭാര്യയും ആൺമക്കളും മനസ്സിലേക്ക് ഒഴുകി വന്നു. ആംബുലൻസിൽ നിത്യ ഉറക്കത്തിൽ കിടക്കുന്ന പ്രിയതമൻ്റെ അടുത്തിരുന്ന് യാത്ര ചെയ്തപ്പോൾ മേരിച്ചേച്ചി ചിന്തിച്ചിരിക്കുമോ? എൻ്റെ അലസതയും ക്രൂരതയും ഞാൻ നിങ്ങളെ ഓടിച്ചു കളഞ്ഞു. അടുത്തിരുന്ന മക്കൾ ഓർക്കുമോ? മഴയിലും വെയിലത്തും അവർക്കായി പാത ഒരുക്കി കൊടുത്തത്. ലോകത്തെ മുഴുവൻ മാറ്റാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഓരോ വ്യക്തിക്കും തങ്ങളാൽ കഴിയുന്ന നന്മ പ്രവർത്തിക്കാൻ സാധിക്കും. ആതുരാലയത്തിലെ മനം മടിപ്പിക്കുന്ന ഗന്ധം അവിടെ നിന്നിരുന്ന ചിലരിൽ അസ്വസ്ഥതകൾ പടർത്തിയതായി അനുഭവപ്പെട്ടു. ജാസ്മിന് എന്നും അത് ധന്യമായ പുണ്യമായ പരിമളഗന്ധമായിരുന്നു. എവിടെ നിന്നോ ഒരു ചെറുകാറ്റ് വന്ന് തഴുകി കാതിൽ മെല്ലെ മുഴിഞ്ഞു. നിങ്ങളാണ് എൻ്റെ ഏക ആശാകേന്ദ്രം. അവളിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്നൊരു വിളി, സിസ്റ്റർ ജി
ഇത് നോക്ക്, നമ്മുടെ വർക്കിച്ചേട്ടൻ്റെ ബെഡിൽ നിന്നും കിട്ടിയതാണ് ഒരു പുസ്തകം. വർക്കിച്ചേട്ടൻ്റെ ബെഡ് ക്ലീൻ ചെയ്യാൻ പോയ പുഷ്പ വളരെ ആകാംക്ഷയോടെ പുറംചട്ടയിലെ പേര് വായിച്ചു. കുഞ്ഞിപ്പാത്തമ്മയുടെ ആട് എന്ന നോവൽ. എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. അവൾ ഓർത്തു, വർക്കിച്ചേട്ടൻ ഒരു നല്ല വായനക്കാരനായിരുന്നല്ലോ. അഡ്മിറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പല സാഹിത്യകാരന്മാരുടെയും പുസ്തകങ്ങൾ ആടിൻ്റെ ബെഡിൽ കണ്ടിട്ടുണ്ട്. വായനയുടെ മഹാത്മ്യം മനസ്സിലാക്കിയിരുന്ന, രോഗാവസ്ഥകളിലും വായന ഒരു സിദ്ധ ഔഷധമാണെന്ന് മനസ്സിലാക്കിയിരുന്ന മനുഷ്യൻ, പുസ്തകങ്ങളോളം നല്ല ചങ്ങാതി ജീവിതത്തിൽ വേറെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാൻ. എത്രയോ ലോകങ്ങളാണ്, കാലഘട്ടങ്ങളാണ് പുസ്തകത്താളുകളിലൂടെ, അതിലെ അറിവുകളിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടയിലും നിരാശ അദ്ദേഹത്തെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പ്രഭാതത്തിലെ ഹിമബിന്ദു പോലെ, വിരിഞ്ഞു വീഴുന്ന പൂവിതൾ പോലെ എത്ര ക്ഷണഭങ്കരമാണ് മനുഷ്യജീവിതം. സമയം 8:30 ആയിരിക്കുന്നു. പകൽ ജോലിക്കാർക്ക് ചുമതലകൾ കൈമാറി ജാസ്മിൻ വീട്ടിലേക്ക് പോകാൻ എഴുന്നേറ്റു. അസ്തമയത്തിൻ്റെ തിരശ്ശീല വീഴുമ്പോൾ വീണ്ടും ജോലിയുടെ അരികിലെത്തണം. വർക്കിച്ചേട്ടൻ്റെ ഓർമ്മകളിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ജീവിച്ചിരുന്ന പുസ്തകം, ബേപ്പൂർ സുൽത്താൻ്റെ സാഹിത്യഗ്രന്ഥം, അനുസ്മരണ പ്രാർത്ഥന പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഒരു തെറ്റുപോലും ശരിയിലേക്കുള്ള വഴിയാണ്. പ്രതിസന്ധികളെ മറികടക്കാൻ മനുഷ്യന് ആഗ്രഹം മാത്രം പോരാ, ഉറപ്പുള്ള മനോഭാവം കൂടി വേണം. അതിൽ നിന്നാണ് ആത്മവിശ്വാസവും ശക്തിയും ലഭിക്കുന്നത്. ജാസ്മിൻ്റെ ഹൃദയത്തിൽ തിളങ്ങിയ ആനന്ദം വദനത്തിൽ സൗമ്യമായ പുഞ്ചിരിയായി പടർന്നു. അത് ആത്മസമർപ്പണത്തിൽ നിന്നും, ഉറച്ച തീരുമാനത്തിൽ നിന്നും ഉദിച്ച ഒരു ദിവ്യാനുഭവത്തിൻ്റെ തെളിച്ചമായിരുന്നു. അവളുടെ ഓരോ ദിനവും നവോത്സാഹത്തിൻ്റെ താളത്തിൽ നിർമ്മലമായ പ്രകാശധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അതിലെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ സൗമ്യസ്പർശവും പ്രഭാതത്തിൻ്റെ ശാന്തതയും മൃദുവായ വെളിച്ചവും കൂടെയുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടത് ഉൾത്തുടിപ്പുകൾ. നസീമ കോതമംഗലം എഴുതി അവതരിപ്പിച്ച കഥ. ഇനി ഈ ഗാനം ലീലാമ്മ മാത്യു പാടിയത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം KP ഉദയഭാനു. ഓണനിലാവിൽ
എന്നെ വിളിച്ചവനേ. സ്വപ്നം മാത്രം ഇന്നുമെൻ മുന്നിൽ വർണ്ണച്ചിറകേറി വന്നു നിൽക്കും നേരം. അന്നു കണ്ടൊരു സ്വപ്നം മാത്രം ഇന്നുമെൻ മുന്നിൽ വർണ്ണച്ചിറകേറി വന്നു നിൽക്കും നേരം. നിന്റെ കൈയാൽ എന്റെ പൂക്കളം പൂർണ്ണമാക്കാൻ മോഹം. നിന്റെ കൈയാൽ എന്റെ പൂക്കളം പൂർണ്ണമാക്കാൻ മോഹം. ഓണനിലാവിൽ ഓടക്കുഴലാൽ എന്നെ വിളിച്ചവനേ. പ്രിയ ശ്രോതാക്കളെ, ലീലാമ്മ മാത്യു പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. സ